ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കപ്പ ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനാവശ്യമായി നമ്മളിവിടെ 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അത് തുടച്ചെടുക്കണം. നമ്മൾ കഴുകി കഴിയുമ്പോൾ വെള്ളം വെച്ച് ചീകരുത്. അതിനുശേഷം നമുക്ക് നൈസായിട്ട് തന്നെ അത് ചീകിയെടുക്കാം. ഞാനൊരു പ്ലേറ്റിലാണ് അത് ചീകിയെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ചീകിയെടുക്കാൻ. ഒത്തിരി കട്ടിക്ക് നമ്മൾ ചീകിയെടുക്കരുത്. നമ്മളിവിടെ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചീകി വെച്ച കപ്പ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അത് ഓരോന്നും തമ്മിൽ ഒട്ടാതെ വേണം നമ്മൾ എടുത്തിടുമ്പോൾ ശ്രദ്ധിച്ച് അതിലേക്ക് എണ്ണയിലേക്ക് എടുത്തിടേണ്ടത്. നമ്മൾ ചീകിയതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് എണ്ണ എല്ലാ വശത്തേക്കും പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. ഏകദേശം അത് പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിപ്സ് എല്ലാം കോരിയെടുക്കാം. നമ്മൾ എണ്ണ തോരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ എരിക്ക് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചെറിയ എരിവായിട്ടിരിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് ചേർക്കാം. നമ്മൾ നേരത്തെ ചിപ്സ് വറുത്തില്ലേ, ആ എണ്ണയിൽ തന്നെ നമുക്ക് കറിവേപ്പില വറുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇട്ട് നമ്മൾ ഉടനെ തന്നെ എടുക്കണേ, ഒത്തിരി മുരിപ്പിച്ചെടുക്കണ്ട. ഇട്ട ഉടനെ തന്നെ നമുക്ക് നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി നമ്മൾ ചിപ്സിലേക്ക് ഇടാം. നല്ല ടേസ്റ്റിയായ കപ്പ വറുത്തത് അങ്ങനെ നമ്മുടെ കപ്പ വറുത്തത് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക്